എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ തനി നാടൻ രീതിയിലുള്ള ഒരു ചീരക്കൂട്ടാൻ്റെ റെസിപ്പിയാണ്. തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചീരക്കൂട്ടാൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുമന്ന ചീരയാണ്. ചെറിയ 2 കട്ട് ചീര നന്നായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ കഴുകി വയ്ക്കണം. നല്ല മണ്ണുണ്ടാവും കേട്ടോ ചീരയിൽ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വയ്ക്കണം. ചെറുതായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി കഴുകിയ ശേഷം ഇതവിടെ മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 4 ചെറിയ തക്കാളിയാണ് കേട്ടോ. 4 തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. പിന്നെ ഒരു 4 പച്ചമുളകും 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഉള്ളി എടുക്കുക. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ അതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇത്തിരി കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി, സവാളയെങ്കിൽ സവാളയും ചേർത്തിട്ട് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കെടുക്കുക. ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കെടുക്കുക. സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിക്കോട്ടെ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞ് ബ്രൗൺ കളറാവും വേണ്ട കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി. അപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഉള്ളി കണ്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഉള്ളതുകൊണ്ട് 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം വിടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൂടി വയ്ക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചീര, അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചീര നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത ശേഷം ഒന്ന് നടുക്കിലേക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടി വെച്ച ശേഷം നമുക്കൊരു മൂടി വെച്ചിട്ട് അതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചീരയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തണ്ട് മാത്രം വേവാനേ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ 1/2 മുറി തേങ്ങ ഞാൻ ചിരകിയിട്ടല്ല കഷ്ണാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 4-5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഒരു നുള്ളു മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചീരയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങയുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വെള്ളം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ആ മിക്സറുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ഗ്ലാസ്, നമ്മുടെ നോർമലായിട്ടുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു 2.5 ഗ്ലാസോളം വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് നോക്കുക കേട്ടോ. നമുക്കറിയാലോ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് എത്ര തിക്നെസ് വേണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ലൂസായി കിടക്കണ മാതിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ചട്ടിയിലാണ് വെക്കുന്നത് വെച്ചാൽ ചട്ടി ചൂടാറുന്തോറും നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം പോലെയാണ് ഉള്ളത്. ഇത് ആറുമ്പോൾ നന്നായിട്ട് കുറുകി വന്നോളും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കാരണം തേങ്ങയുടെ അളവ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എല്ലാവരും എടുക്കുന്ന തേങ്ങയുടെ അളവ് വ്യത്യാസം വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും.
അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക. അപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ച് കുറവായിരുന്നു, ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി എരിവും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരുപാട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കരുത്, ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് വെട്ടി തിളപ്പിക്കുമ്പോൾ ഈ തേങ്ങയൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വന്ന മാതിരി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ ആറി വരുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചീരയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒരുപാട് നാടൻ കറികളുടെ നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.